ഹലോ ഗായ്സ്, ഒരു ചൂര അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് വേഗം നോക്കിയാലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂര ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് ഒരു ദിവസം ഫുള്ള് ഫ്രീസ് ചെയ്തതാണ് കേട്ടോ. അത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ ചൂരയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വറുത്ത് കോരി മാറ്റുക. എനിക്ക് നല്ല മൊരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അച്ചാറിടുമ്പോൾ. അതുകൊണ്ട് ഞാൻ നല്ലതുപോലെ മൊരിച്ചാണ് എടുത്തത്. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത്യാവശ്യം മൂപ്പായി കഴിയുമ്പോൾ തന്നെ തീ ഒന്ന് അണച്ചു കൊടുക്കുക. തീ അണച്ചിട്ട് വേണം അതിലേക്ക് പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. തീ അണച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മുളക് പൊടി ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തു. അതിന് ശേഷം ഉലുവാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊക്കെ ഒന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കായം ഒന്ന് കട്ടയുള്ള കായം പൊടിച്ച് ചേർത്തതാണ്. പിന്നെ നമ്മൾ വേറൊരു കറച്ചട്ടി എടുത്തിട്ട്, കാരണം അപ്പച്ചട്ടി ചെറുതായിരുന്നു, അതിലെല്ലാം കൂടെ കൊള്ളത്തില്ല, അതുകൊണ്ട് കറച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട്, പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ആ ഒരു അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് ഇളക്കി. പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ചൂര ചേർത്തിട്ട് അതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിക്കില്ല, നല്ല തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. നല്ല ചൂട് വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല വേഗം തിളച്ച് വന്നോളും. ഇത് അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പിടാൻ മറന്നുപോയതല്ല, അത് മാഗ്നേറ്റ് ചെയ്തപ്പോൾ ആദ്യമേ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫൈനലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ടാറ്റാ.